നമസ്കാരം, ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. പോലീസിനെ കുറിച്ച് നല്ലതല്ലാത്ത ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽ ഉൾപ്പെടുന്നു, മറ്റു ചിലർ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലാകുന്നു. ഇന്നലെ കോഴിക്കോട് കോടതിയിൽ നിന്ന് മറ്റൊരു വിധി പുറത്തു വന്നു. നിരപരാധിയായ ഒരു അനാഥ യുവാവിനെ കൊലക്കുറ്റം ചുമത്തി പോലീസ് ജയിലിലടച്ചു. അത് കോടതി കണ്ടെത്തി. യുവാവിനെ കുറ്റവിമുക്തനാക്കി. ഉത്തരവാദികളായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല പ്രവണതയല്ല പോലീസ് സേനയിൽ ഉണ്ടാകുന്നത്. ഒരു തിരുത്തൽ നടപടി പോലീസ് സേനയിൽ അത്യാവശ്യമാണ്. അതിന് ആഭ്യന്തര വകുപ്പ് മുൻകൈ എടുക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും എന്തെന്ന് നോക്കാം. ആദ്യം പത്രങ്ങളുടെ മുഖ്യ തലക്കെട്ടുകളിലേക്ക്. കേരളകൗമുദി ഇന്ന് നൽകിയിരിക്കുന്ന മുഖ്യ തലക്കെട്ട് CPM നയരേഖ സഖ്യങ്ങൾ പിഴച്ചു എന്നതാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് കെട്ടിട നികുതി അടയ്ക്കാത്തവർക്ക് ഇനി വീട്ടു നമ്പറില്ല. മലയാള മനോരമ സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം, കിട്ടാതെ 105 മരുന്നുകൾ. ദീപിക ഭക്ഷണവും വെള്ളവും കിട്ടാതെ ജനം. മംഗളം കരട് രാഷ്ട്രീയ നയത്തിന് PV രൂപം നൽകി പൊളിച്ചെഴുതാൻ CPM. ദേശാഭിമാനിയുടെ മുഖ്യ തലക്കെട്ട് മരുന്നുവില പേറ്റന്റ് നിയമം മാറ്റരുത് CPIM. മാധ്യമം നൽകിയിരിക്കുന്നത് കാശ്മീരിൽ 3ാം കക്ഷി വേണ്ട ഇന്ത്യ, പാക് നിലപാട് UN തള്ളി എന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഇൻ എ ഫാസ്റ്റ് വത്തിക്കാൻ ടോക്സ് ഓഫ് വെൽക്കമിംഗ് ഹോമോസെക്സ്വൽസ്. ഹിന്ദു ഹുദ്ഹുദ് ഷട്ട് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന പാർട്ടീസ് ടു ടേക്ക് ആസിഡ് പോൾ ടെസ്റ്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഹരിയാന ടുഡേ. ഇനി പത്രങ്ങളുടെ വാർത്താ വിശേഷങ്ങളിലേക്ക്. കേരളകൗമുദി ഇന്ന് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത് CPM സംബന്ധമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി PB യോഗം നടന്നിരുന്നു. CPM നയരേഖയുടെ കരട് ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു PB യോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിച്ചതിൽ പാർട്ടിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് CPMൻ്റെ പുതിയ അടവ് നയ അവലോകന രേഖയിൽ പറയുന്നതായി സൂചനയുണ്ട്. PB തയ്യാറാക്കിയ രാഷ്ട്രീയ അടവ് നയ അവലോകന രേഖയുടെ കരടിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ മാസം 26 മുതൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഈ നയരേഖ ചർച്ച ചെയ്ത അംഗീകാരം നൽകും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് ഈ നയരേഖ തയ്യാറാക്കുന്നത്. ഇടതുപക്ഷ ഇതര പാർട്ടികളും ഒക്കെയായി ഉണ്ടാക്കാം എന്ന് 1978 ജലന്ധർ പാർട്ടി കോൺഗ്രസ് തീരുമാനത്തെ നയരേഖ വിമർശിക്കുന്നുണ്ട്. അതുവരെ അകറ്റി നിർത്തിയിരുന്ന പാർട്ടികളുമായി സഖ്യം ഉണ്ടാക്കാം എന്നാണ് അന്നത്തെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. ഇങ്ങനെ നയരേഖയുടെ വിശദാംശങ്ങൾ ഒക്കെ തന്നെ കേരളകൗമുദി നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, സർക്കാർ ആശുപത്രികളിൽ ഡെലിവറി കിറ്റുകൾ തീർന്നിട്ട് 1 മാസം. രക്തസ്രാവ മരണം തടയുന്ന കിറ്റില്ലാതെ പ്രസവം എടുക്കുന്നു എന്ന ഒരു വാർത്തയാണ്. പ്രതീഷ് D മണിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കിറ്റുകൾ 1 മാസമായി ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലും കിട്ടാൻ ഇല്ല എന്ന വാർത്ത പറയുന്നുണ്ട്. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം മുഖേന നടപ്പാക്കിയ പദ്ധതിയിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് സൗജന്യമായി കിറ്റ് വാങ്ങി നൽകിയിരുന്നത്. ആദ്യഘട്ടത്തിൽ വാങ്ങിയ 66,500 കിറ്റുകളുടെ മുഴുവൻ പണവും NRHMൽ നിന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിയെങ്കിലും അത് കമ്പനിക്ക് നൽകിയില്ല. ഇങ്ങനെ എന്തായാലും അമിത രക്തസ്രാവം അറിയാൻ ഇപ്പോൾ മാർഗമില്ല. നവജാത ശിശുക്കളിൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത കേരളകൗമുദി നൽകിയിരിക്കുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ്. കേസ് സാമ്പത്തിക തട്ടിപ്പ് കേസ് മാത്രമാണ് എന്ന് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെ 1-ാം പേജിൽ കേരളകൗമുദി നൽകിയിരിക്കുന്നുണ്ട്. സോളാർ പാനൽ ഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പലരിൽ നിന്നായി പണം തട്ടിയെടുത്തു എന്നാണ് ഈ കേസ്. ആ നിലയ്ക്ക് ഇത് സാമ്പത്തിക തട്ടിപ്പ് കേസ് മാത്രം ആണ് എന്നാണ് സർക്കാർ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇനി കേരളകൗമുദിയുടെ ഉൾപേജിലേക്ക് പോയാൽ, വൈദ്യുതി ബോർഡിന് താൽപ്പര്യം സാധാരണക്കാരുടെ ഫ്യൂസ് ഊരാൻ. വൻകിടക്കാരിൽ നിന്ന് പിരിക്കാൻ 1082 കോടി രൂപയാണ് എന്നുള്ളതാണ്. 2014 ജൂൺ 30 വരെയുള്ള കാലയളവിൽ ഉണ്ടായ കുടിശ്ശിക കണക്കാണ്. വൻകിടക്കാരിൽ നിന്ന് ഏതാണ്ട് 1082 കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത്. അതേസമയം തന്നെ സാധാരണക്കാർ കുടിശ്ശിക വരുത്തിയാൽ ഉടൻ ഫ്യൂസ് ഊരുന്ന വൈദ്യുതി ബോർഡ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് വാർത്ത പറയുന്നത്. വിവരാവകാശ നിയമം നൽകിയ അപേക്ഷയിലാണ് ഈ ബോർഡിൻ്റെ ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. നഷ്ടക്കണക്ക് നിരത്തി വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി സാധാരണക്കാരെ പിഴിയുന്ന ബോർഡ് 1000-ലേറെ രൂപയുടെ കുടിശ്ശിക പിരിക്കാൻ കാര്യമായ ശ്രമം നടത്തുന്നില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വൻകിട കുടിശ്ശികക്കാർ ആരൊക്കെയാണ് എന്നുള്ളൊരു വിശദാംശങ്ങളും ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്ത കേരളകൗമുദി നൽകിയിരിക്കുന്നത് ഹോർട്ടികോർപ്പ്
അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി മോഹനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിച്ച ഹോർട്ടികോർപ്പിൽ അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന പരാതിയെ തുടർന്ന് കൃഷിമന്ത്രി KP മോഹനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. മന്ത്രിയെ കൂടാതെ മറ്റ് ചില ഉദ്യോഗസ്ഥരും ഇതിനകത്ത് ഇവർക്കെതിരെ പരാതി ഉണ്ട്. ഇത് സംബന്ധിച്ച നേരത്തെ കേരളകൗമുദി വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അഴിമതി തുറന്നു കാണിച്ചത് കേരളകൗമുദി എന്ന തലക്കെട്ടിൽ ആ വാർത്തയും നൽകിയിരിക്കുന്നുണ്ട്. കർഷകരെ സഹായിക്കുമെന്ന പറച്ചിൽ, പക്ഷേ സഹായം കിട്ടുന്നത് ഇടനിലക്കാർക്ക്, സബ്സിഡി വില പോലും ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെല്ലാം നടക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലുള്ള ഹോർട്ടികോർപ്പിലാണ്. തട്ടിപ്പുകളുടെ അവസാനം വകുപ്പ് മന്ത്രിക്കെതിരെ വിജിലൻസ് കേസിൽ വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഹോർട്ടികോർപ്പിൽ നടക്കുന്ന തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് കേരളകൗമുദി ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 2013 നവംബർ 13 തട്ടിപ്പ് തെളിവുകൾ സഹിതം കേരളകൗമുദി റിപ്പോർട്ട് ചെയ്തത്. കോളം സതീഷ് കുമാറാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയിൽ ഇന്ന് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നതും സർക്കാർ ആശുപത്രികളുടെ മരുന്ന് ക്ഷാമം സംബന്ധിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ്, പേവിഷം, H1N1, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കിട്ടാനില്ല. ഈ മരുന്നുകൾ ഉൾപ്പെടെ 105 മരുന്നുകൾക്ക് 3 തവണ ടെൻഡർ വിളിച്ചിട്ടും ഒരൊറ്റ കമ്പനിയും വിതരണം ഏറ്റെടുക്കാൻ എത്തിയില്ല എന്നാണ് വാർത്ത പറയുന്നത്. ക്ഷാമം മുന്നിൽ കണ്ട താഴെത്തട്ടിലുള്ള ആശുപത്രികൾ 386 മരുന്നുകൾ മാത്രമേ കുറിക്കാവൂ എന്ന് കാട്ടി ആരോഗ്യവകുപ്പ് സർക്കുലറും നൽകിയിട്ടുണ്ട്. 105 മരുന്നുകൾ വിതരണത്തിന് ഉണ്ടാകില്ല എന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. ടെൻഡർ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത മരുന്നുകൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം രോഗികൾക്കുണ്ടാകുന്ന അമിത ഭാരം എന്താണ് എന്നതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മനോരമ നൽകിയിരിക്കുന്നത് മദ്യ നിരോധനത്തിൽ ഇളവുമായി ഗുജറാത്ത്. സമ്പൂർണ്ണ മദ്യ നിരോധന സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ മദ്യനിരോധനത്തിൽ ചില ഇളവുകൾ വരുത്തി എന്നുള്ളതാണ് വാർത്ത. 60 വർഷമായി സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിൽ നിയമത്തിൽ വിപുലമായ ഇളവുകൾ വരുത്താൻ തീരുമാനം എടുത്തിരിക്കുന്നു. 2008 മുതൽ പുതിയ മദ്യശാലകൾ അനുവദിച്ചിട്ടില്ലാത്ത സംസ്ഥാനത്ത് പുതുതായി 7 മദ്യശാലകൾക്ക് അനുമതി നൽകി. 2015 നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപ ഉച്ചകോടി, പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം എന്നിവ പരിഗണിച്ചിട്ടാണ് ആനന്ദിബെൻ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന വാർത്ത പറയുന്നു. ഇനി മനോരമയുടെ ഉൾപേജിലേക്ക് പോയാൽ ആന്ധ്രയിൽ ഉണ്ടായ ഹുദ്ഹുദ് ചുഴലിക്കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം 1000 കോടി രൂപയുടെ കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. ദുരന്ത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം പ്രധാനമന്ത്രിയാണ് ഇടക്കാല സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുമായും മുതിർന്ന മന്ത്രിമാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിയ ശേഷമായിരുന്നു ഈ സഹായ പ്രഖ്യാപനം നടത്തിയത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആന്ധ്ര സർക്കാർ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സഹായം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആന്ധ്രയിൽ 21 പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ഒഡീഷയിലാണെങ്കിൽ 3 പേരും മരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത മനോരമ നൽകിയിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളുടെ ഉറവിടം തേടി സരിത കോടതിയിലേക്ക്. കഴിഞ്ഞ ദിവസം സരിതയുടേതാണ് എന്ന് കരുതുന്ന ചില ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സരിതയുടെ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന അശ്ലീല ചിത്രങ്ങളുടെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുമെന്നാണ് സോളാർ കേസിലെ പ്രതി സരിത S. നായർ പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവയിൽ വസ്ത്രം മാറുന്ന ഒരു ദൃശ്യം മാത്രമാണ് ഞാൻ കണ്ടത്. അതിനുള്ളത് ഞാൻ തന്നെയാണ്. കേസിന് മുമ്പ് പകർത്തിയതാണ് ഇത് എന്ന് സരിതയുടെ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത കോൺഗ്രസ് മണ്ഡലം തല പുനഃസംഘടന ഉടൻ തീർക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രഖ്യാപിച്ച കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. AI ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ഇതിൽ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ മണ്ഡലം തലം വരെയുള്ള പുനഃസംഘടന ഉടൻ തീർക്കാനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള നടപടികൾ നടന്നു വരുന്നു എന്ന വാർത്ത പറയുന്നു. മാതൃഭൂമി ഇന്ന് 1-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കളക്ടർമാരുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ സംബന്ധിച്ചതാണ്. കെട്ടിട നികുതി അടയ്ക്കാത്തവർക്ക് ഇനി വീട്ട് നമ്പർ ഇല്ല എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. റവന്യൂ വകുപ്പിൽ നൽകേണ്ട ഒറ്റത്തവണ കെട്ടിട നികുതി അടയ്ക്കാതെ പുതിയ വീടുകൾക്ക് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്പർ നൽകില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ 2 ദിവസമായി നടന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നികുതി പിരിവ് ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന 3 ജില്ലകൾക്ക് 1 കോടി രൂപ വീതം പാരിതോഷികം നൽകാനും തീരുമാനമായിട്ടുണ്ട്. വീടുകൾക്കും ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മണ്ണെടുക്കുന്നതിനും രേഖകളുള്ള പാറമടകൾക്ക് പ്രവർത്തന അനുമതി നൽകാനും യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കൂ, പോലീസ് ചെലവ് വഹിക്കും. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പേജ് വൈറൽ ആകുകയാണ്.
അത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 13 ലക്ഷത്തിലധികം പേരാണ് ആഭ്യന്തരമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റ് 13 ലക്ഷം പേർ കണ്ടതിന് പുറമെ 45,000-ഓളം പേർ ലൈക്കിലൂടെയും ഷെയറിലൂടെയും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചു.